ഹലോ, നമസ്കാരം. കാത്തിരുന്ന് ക്രിസ്തുമസ് ദിനം ഇങ്ങെത്തി. നാടെങ്ങും ക്രിസ്തുമസിന്റെ ആഘോഷത്തിലാണ്. വീടൊക്കെ ഒരുങ്ങി ഉണ്ണിയേശുവിന്റെ പിറവിക്കായി കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും പിറവിയുടെ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത്. ഉള്ളിലും ഉണ്ടാകണം ഒരു പിറവി. നക്ഷത്രം നൽകുന്ന പ്രതീക്ഷയുടെ സന്ദേശം അത് വളരെ വലുതാണ്. പുൽക്കൂട് ആഹ്വാനം ചെയ്യുന്നത് എളിമയോടെ ആയിരിക്കുക, വിനയത്തോടെ ആയിരിക്കുക എന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ്. ക്രിസ്തുമസ് ട്രീ നാം വളരെ മനോഹരമായ രീതിയിൽ വീടുകളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ക്രിസ്തുമസ് ട്രീ. അതെ, ആ ട്രീ നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ഒന്നിച്ചു നിന്ന് ജീവിതത്തിൽ വളരെ സുന്ദരമായ കാഴ്ചകളൊരുക്കി, അനുഭവങ്ങളൊരുക്കി യാത്ര തുടരുക എന്നുള്ളത്. ക്രിസ്തുമസിന് പിന്നിൽ ഒരുപാട് സഹനത്തിന്റെ കഥയുണ്ട്. ഒരുപാട് കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളുണ്ട്. അവയൊക്കെ നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. സഹനത്തിനപ്പുറം ഒരു പിറവിയുടെ സന്ദേശമുണ്ട്, പിറവിയുടെ സന്തോഷമുണ്ട്. ഒപ്പം കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ഒരിക്കൽ തുറക്കപ്പെടും എന്നുള്ള വലിയ പ്രതീക്ഷയും. അതെ, തുറക്കപ്പെടേണ്ട വാതിലുകൾ തുറക്കപ്പെടും. വഴിയൊരുക്കേണ്ട നക്ഷത്രം നമുക്ക് മുന്നിൽ പ്രതീക്ഷയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ജീവിതത്തിൽ ചില സഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനപ്പുറം ഒരു പിറവിയുടെ, ഒരു ഉയർപ്പിന്റെ ദിനങ്ങളുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മെ നയിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ക്രിസ്മസ്.